എന്തായാലും ഡൽഹി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ രാമു കാര്യാട്ടിനെ കാണാനോ അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരനെ വളരെ എന്താ പറയുക അഭിനയസിദ്ധിയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ട അനുയോജ്യമായിട്ടുള്ള രൂപമുള്ള ഒരു വ്യക്തിയും ഒരു വലിയ സംവിധായകനും തമ്മിലുള്ള കൂടിക്കാഴ്ച അത്ര ലളിതമായി നടക്കില്ലായിരുന്നു. ശരിയാണ്. ഡൽഹി വളരെയധികം ഡൽഹിയിൽ ഒരു പക്ഷേ ആൾക്കാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. എന്താ കാരണം വെച്ചാൽ വലിയ ശല്യങ്ങളില്ല. രാമു കാര്യാട്ട് ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ ആണെങ്കിൽ വേറൊരു ലോകത്തായിരിക്കാം. അവിടെ പിന്നെ വളരെ ചെറിയൊരു ലോകം, മലയാള ലോകം. ആ ലോകത്ത് വെച്ചിട്ട് ശ്രീ മാധവൻ നായർ എന്നുള്ള വ്യക്തി, താങ്കളുടെ പേര് ശ്രീ മാധവൻ നായർ എന്നുള്ള കാര്യം വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ അറിയാവുള്ളൂ. ആ പേര് താങ്കൾ തന്നെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഇല്ല, ഞാൻ മറന്നിട്ടില്ല. ഇടയ്ക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്? ഇല്ല, വീട്ടിലെല്ലാവരും എന്നെ മാധവൻകുട്ടി എന്ന് വിളിക്കുന്നതായിരുന്നു. ഈ തറവാട്ടിൽ പോയാലും ബന്ധുക്കളും എല്ലാം അങ്ങനെ. ഇപ്പോഴും മധുവായിട്ടില്ല. അവർക്ക് ഞാൻ മധുവായിട്ട്. കുടുംബക്കാർ താങ്കളെ ഒരു സ്റ്റാർ ആയിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല? ഇല്ല, തീരെ ഇല്ല. താങ്കൾക്ക് അല്ലെങ്കിലും ഈ സ്റ്റാർ പദവിയോട് അത്ര പഥ്യമില്ല. ഇല്ല, അങ്ങനെ ആ രീതി ഈ പറയും പോലെയുള്ള ഈ ഇമേജ് രോഗം എന്നെ ബാധിച്ചിട്ടില്ല. ഈ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇമേജ് വരുമല്ലോ, അങ്ങനെയുള്ള റോൾസേ ചെയ്യാവൂ. അപ്പോൾ വരാൻ നേരത്തെ ഒരുമാതിരി സെയിം റോൾ തന്നെ അഗൈൻ ആൻഡ് അഗൈൻ ചെയ്യേണ്ടി വരും, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും.